ചൈനയ്ക്ക് 100 കിലോമീറ്റർ അകലെ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത ദേശീയപാതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങുന്നു. വരുന്ന ഫെബ്രുവരി 14 ശനിയാഴ്ച അത്തരമൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുകയാണ് വടക്ക് കിഴക്കൻ ഭാരതം. യുദ്ധകാല സാഹചര്യങ്ങളിൽ വ്യോമസേനയ്ക്ക് ഇനി ശത്രുക്കളുടെ നേരെ ആകാശ ആക്രമണത്തിന് പുതിയ പാത. ദിബ്രുഗഡ് മൊറാൻ ദേശീയപാതയുടെ ഭാഗമായ പ്രദേശം ചൈനീസ് അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സൈനിക വിന്യാസം വേഗത്തിലാക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ആയുധങ്ങളും സൈനികരെയും അതിർത്തിയിൽ എത്തിക്കാനും ഈ ഹൈവേ റൺവേ സഹായിക്കും. ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും സമാനമായ സംവിധാനങ്ങൾക്ക് ശേഷം വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംരംഭം യാഥാർത്ഥ്യമാകുന്നത്. സമാധാന കാലത്ത് സാധാരണ വാഹനങ്ങൾ ഓടുന്ന ഈ റോഡ് യുദ്ധകാലത്ത് നിമിഷങ്ങൾക്കുള്ളിൽ യുദ്ധവിമാനങ്ങളുടെ താവളമായി മാറും. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് വടക്ക് കിഴക്കൻ ഭാരതത്തിലെ ആദ്യത്തെ ഹൈവേ റൺവേ പ്രവർത്തന സജ്ജമാക്കുകയാണ് ഇന്ത്യ. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ മൊറാനിൽ നിർമ്മിച്ച 4.2 കിലോമീറ്റർ നീളമുള്ള എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 14 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വിമാനം ദേശീയപാതയിൽ നേരിട്ട് ഇറങ്ങും എന്നത് ചരിത്രപരമായ നിമിഷമായിരിക്കും. ചൈനീസ് അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാൻ വ്യോമസേനയ്ക്ക് ഈ തന്ത്രപ്രധാനമായ പാത വൻ കരുത്ത് നൽകും.